ഹേ ഗായ്സ്, ഇന്ന് മണാലി ഡേ നമ്പർ 2 ആണ്. ഇന്നാണ് ഗൈസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടിയായിരുന്നു മണാലിലോട്ട് വന്നത്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 8 മണിയായപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. പിന്നെയാണ് ഗൈസ് നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് പോകുന്നത്. സ്പോട്ട് എന്ന് പറയുന്നത് സൊലാങ് വാലിയാണ്. അവിടെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ചിലങ്കുട്ടിയിൽ നിന്ന് ഹായ് പറയുന്ന അമ്മയ്ക്ക് ആകെ വേദന ഗൈസ്, കാരണമൊക്കെ ഞാൻ ഫുൾ വീഡിയോയിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടിങ് ഇടയ്ക്ക് എടുത്ത് വണ്ടി കയറി അങ്ങനെ നേരെ സൊലാങ് വാലിയിലേക്ക് പോകണം ഗൈസ്. പോകുന്ന വഴി മൊത്തം എപ്പോൾ എത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഡ്രൈവറുടെ അടുത്ത്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ട് അവിടേക്ക് പോകാനുള്ള സ്വെറ്റർ എടുത്തു. അവിടെ വരെ നമ്മുടെ ട്രാവലർ ചെല്ലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4x4 വെഹിക്കിളിൽ പോകണം. അങ്ങനെ 4x4 വെഹിക്കിൾ കൊടുത്ത് നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തി മോനെ. ഈ വഴിക്കൂടെ പോകുമ്പോൾ കാണുന്ന മൗണ്ടൻസ് ഇല്ലേ, ആ സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ബ്ലോക്കും കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു എവിറ്റിയിൽ കയറിയിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എവിറ്റിയിലും കയറി. അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നല്ല ബ്യൂട്ടിക്ക് ഇനി കണക്കെടുക്കുന്നുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം കളിച്ചു. പിന്നെ ഈ പറഞ്ഞ മഞ്ഞ് വാരി എറിഞ്ഞു. അങ്ങനെ മണ്ണ് വാന്തി ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊബൈൽ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കിടന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായി. എന്തോ മഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് പ്രാന്തായി തോന്നണം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു വട്ടത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. നമ്മളങ്ങനെ വലിയ ട്രിപ്പ് പോകുന്നവരൊന്നല്ല, പക്ഷേ ഇത് വേറെ ലെവലായിരുന്നു ഗൈസ്. അവിടെ കിടന്നിരുന്നൊക്കെ നിരങ്ങി